ഹായ് ഗൈസ്. സോ ഇന്ന് എനിക്ക് ഭയങ്കര ബോറടിക്കുക. സോ ഐ തോട്ട് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യണം ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇപ്പം വൈകിട്ട് 6 മണിയാവാറായി. ഞാൻ ജോലിയിൽ നിന്ന് വന്നു. ഒരു അവക്കാഡോ സ്മാഷും ഒരു ഓറഞ്ചും വായിലിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, റീൽസൊക്കെ നോക്കി. അതിന് എൻ്റെ മുഖം ഭയങ്കര വൃത്തികേടാണ്. നിങ്ങൾ സഹിച്ചേ പറ്റും എൻ്റെ മുഖത്തെ. ഇതിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. കുറച്ച് നാളും കൂടി ഉണ്ടാവും, അത് കഴിയുമ്പോൾ പോവും. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ന് ആക്ച്വലി എൻ്റെ പ്ലാൻ വാസ് ഗോയിങ് ടു ക്രോസ് ഫിറ്റ്. പക്ഷേ പിന്നെ എനിക്ക് മടിയായി. അപ്പം ഞാൻ വിചാരിച്ചു ജിമ്മിൽ പോകാമെന്ന്. ഇന്ന് പുതിയൊരു ജിം ട്രൈ ഔട്ട് ചെയ്യാൻ പോവാം. അവിടെ ഫ്രീ ട്രയലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ പോയി വർക്കൗട്ട് ചെയ്യാൻ പോവാം. കാരണം ഞങ്ങളുടെ താഴത്തെ ജിമ്മുണ്ടല്ലോ, അപ്പാർട്ട്മെൻറ്റ് ജിമ്മ്, നല്ല ജിമ്മാണ്. ഇറ്റ്സ് ക്യൂട്ട്, ഇറ്റ്സ് വെരി സ്മോൾ. പ്ലസ് അവിടെ കുറേ മെഷീൻസ് ഇല്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ മറ്റേ ഇങ്ങനെ വലിക്കണ സാധനങ്ങൾ ഇല്ല. പിന്നെ ബാർബിൾ ഇല്ല. സോ അതൊക്കെ കാരണം ചെയ്യണുണ്ട്, മസിൽസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ടൊരു പൂർണ്ണത വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകാൻ പോകണം. പിന്നെ ഫുഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കണമെന്ന് ഇന്ന് എന്തൊക്കെയോ അരി വലിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇന്നത്തെ കാലറീസ് കൂടുതലായിരുന്നു. കാരണം എൻ്റെ കൊളീഗ് വന്ന് ആൾ ഇവിടുത്തെ ഒരു അമേരിക്കനാണ്. ഹി മെയ്ഡ് ദാൽ കറി എൻ്റെ റെസിപ്പി വെച്ചിട്ട്. അപ്പം ആളതെനിക്ക് കൊണ്ടുതന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കേണ്ട കാലറീസിനേക്കാളും കൂടുതൽ കഴിച്ചിട്ടുണ്ട്. അത് എത്രയെന്ന് അറിയത്തില്ല, ബിക്കോസ് അവൻ മെഷർ ചെയ്തിട്ടില്ലല്ലോ ഒബ്വിയസ്ലി. ഓക്കെ, പക്ഷേ probably I might end my day with some yogurt and protein shake. Might be calories കുറച്ച് പ്രോട്ടീൻ കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ജിമ്മിന് വേണ്ടിയിട്ടായിട്ട് I'll show you എൻ്റെ ഡ്രസ്സ്. ഓക്കെ, അപ്പം സർ ബോയ് ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ജിമ്മിൽ വേർക്കാനല്ല പോണേ, അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യാറില്ല. നമ്മൾ ഫേസ് വാഷ് ഇടും, ഇച്ചിരി മോയ്സ്ചറൈസർ ഇടും. കാരണം ഫേസിലും എന്നിട്ടത് സെറ്റാക്കിയിട്ട് ഇല്ല എല്ലാം ചിന്തയോ. കൊണ്ടുപോയി അഴിച്ചിട്ടുള്ളൂ. അവിടെ ചെന്നിട്ട് കേട്ടോ അത്ര നേരം തലവേദന എടുത്തില്ല. ഇച്ചിരി മോയ്സ്ചറൈസർ അവിടെ ഇതൊക്കെ കേട്ടോ. മുഖത്ത് ഇച്ചിരി മോയ്സ്ചറൈസർ കേട്ടോ. അത്രേ ഉള്ളൂ. നമുക്ക് ജിമ്മിൽ right? കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.
ഹായ്, അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് വന്നു, കുളിച്ച് നമുക്ക് ഇച്ചിരി മരുന്നൊക്കെ പറ്റാണ്ട് കുരു പോകാനുള്ളത്. കുരു വന്നിട്ട് കുറേ നാളായി വന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ട്, അത് ഓരോ മരുന്ന് ട്രൈ ചെയ്യാൻ മര്യാദയ്ക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മതി. അതില്ല. എൻ്റെ അപ്പം അമ്മയുടെ വീട്ടിപ്പം 2-3 ആഴ്ച അപ്പുറത്ത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ആഴ്ച ആകുമ്പോൾ ഈ ഗുരുവൊക്കെ പോലെ ഞാൻ ഇതിനെ കാണുന്നുണ്ട്. പോയോ? ഇല്ല. എന്തോ ഉറങ്ങണം, ഉറങ്ങിയിട്ട് വേണം ഒന്ന് ബാക്കി പരിപാടി ചെയ്യാൻ. സോ എനിക്ക് ഡ്രൈവറും ഹീറ്റ്സും ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ രാത്രി കിടക്കാൻ പോവാം. ഇതിലും ഞാൻ നനഞ്ഞ മുടിയായിട്ട് കിടന്നു തുടങ്ങി. അപ്പം എന്നിട്ട് എൻ്റെ മൂക്ക് കടഞ്ഞ് തണുപ്പായ കാരണം മുഖത്ത് തേച്ച മരുന്നിപ്പം സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ പെരട്ടുന്നു. കണ്ണിൻ്റെ അടിയിൽ കുറേ നാളുകൾ വെച്ചിട്ട് സോ ഇന്ന് ഇത്രയും ചെയ്താൽ എന്നാലും ഇതും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഇച്ചിരി ഒന്ന് കൈകൊണ്ട് ഇച്ചിരി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഇടയ്ക്ക് എനിക്ക് കണ്ണ് നീറാറുണ്ട്, കണ്ണിനകത്ത് പോയിട്ട് തിരുമ്മിയിട്ട്. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഇല്ല, മോയ്സ്ചറൈസർ തേച്ചില്ല. കാലെന്നെ എപ്പോഴും ഡ്രൈ ആവേ. തോന്നല് നമ്മുടെ ബെഡ്റൂമിൽ നിറച്ച് തുണി കിടക്കുന്ന മടക്കി വെക്കാൻ. സോ ഇപ്പം അടുത്തൊന്നും ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. ലെറ്റ്സ് സീ. കണ്ടോ എൻ്റെ ഈ കുരുക്കളൊക്കെ റെഡ് കളറോ രാത്രിയൊന്നും ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ് ഗിവ്സ് ക്യാരക്ടർ ടു മൈ ഫേസ്. കണ്ടോ ചോന്നിരിക്കും ഇങ്ങനെ. യാ. സോ ഈ വീട്ടിലാരോ എൻ്റെ ഡ്രസ്സ് മടക്കി വെച്ച് തന്നു, വിച്ച് ഇസ് ഗ്രേറ്റ്. അപ്പോൾ ഞാനിന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറയട്ടെ. ജിമ്മിൽ ഞങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു പുതിയ ജിമ്മിൽ പോയപ്പം ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം വലിയൊരു ജിമ്മാണ്. എൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സെഷൻ ശരിയുള്ളൂ. സ്വിമ്മിങ് പൂളുണ്ട്, ഫാമിലിക്ക് ഇരിക്കാനും പിള്ളേർക്ക് ഇരിക്കാനും സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ആ വർക്കൗട്ട് ചെയ്യാൻ വളരെ ചെറിയ സ്ഥലമുള്ളൂ.
മെഷീൻസ് കുറച്ച് എക്സ്ട്രാ ഒക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൈസ്, ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത പോലെ. അതുകൊണ്ട് എന്താ സംഭവം, നമ്മൾ കാല് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ മനസ്സിലായി നമ്മളിങ്ങ് ഇവിടേക്ക് ഒരിക്കലും വരാൻ പോകണില്ല ജിമ്മിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. ഐ മീൻ ഇറ്റ്സ് നോട്ട് വെർത്ത് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് ആ ജിമ്മിൽ പോകണമെങ്കിൽ വലിയ കാര്യമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും മെഷീൻസ് നമ്മുടെ ഇവിടെ ഇല്ലല്ലോ, വിൽ ട്രൈ ഇവിടെ ഇല്ലാത്ത മെഷീൻസ്. അങ്ങനെ കാല് കഴിഞ്ഞ് പിന്നെ കൈ മറ്റേ ഇത് ചെയ്തു, ട്രൈസപ്പ്, പിന്നെ ലാറ്റ് പുൾ ഡൗൺസ്, പിന്നെ ഇവിടെ കോറിന് വേണ്ടി പറഞ്ഞ ചെയ്തു, പിന്നെ ചിൻ ഡൗണും എന്തോ അറിയില്ല ഇങ്ങനെ വിരിച്ചിട്ടൊരു സാധനം അത് ചെയ്തു. അങ്ങനെ കുറേ സാധനം ചെയ്ത് കൈയൊക്കെ ഫുൾ വീർത്തിരിക്കുക, ഇവിടെയും ഇവിടേക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് അത് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി ഇതും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഡേ കംപ്ലീറ്റ് ആവും. എനിക്ക് ആഗ്രഹമുണ്ട് ആ സൈഡ് ഒതുക്കണം എന്ന് റൂമിൻ്റെ, പക്ഷേ ഇന്ന് എനിക്ക് അതിനോട് എനർജി ഇല്ല. നാളെ രാവിലെ എന്തെങ്കിലും ഡോക്ടറെ അടുത്ത് വേണം. സോ ബൈ. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ നന്നായി കുളിച്ചു, നന്നായി ഫുഡ് കഴിച്ചു. ഇന്ന് ആക്ച്വലി ഈവനിങ് ആയപ്പോഴേക്കും എൻ്റെ കാലറീസൊക്കെ ഹിറ്റായി, പ്രോട്ടീനും ഹിറ്റായി. പിന്നെ ജിമ്മിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം ChatGPTയും ക്ലോഡ് എന്നോട് പറഞ്ഞു ഇനി ഒന്നും കഴിക്കണ്ട, എല്ലാം സെറ്റായിരുന്നു. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു. പക്ഷേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ഞാനാണെങ്കിൽ ഇവിടെ തുണി മടക്കി വെച്ച് എടുത്ത് വെച്ചു, പ്ലസ് അവിടെ കുറച്ച് എക്സ്ട്രാ തുണികളുണ്ടായിരുന്നു, അത് വൃത്തിയാക്കി, പിന്നെ മരുന്ന് കഴിച്ചു, ക്രിയാറ്റിൻ കുടിച്ചു. പെർഫെക്റ്റ് ഡേ അല്ലേ. ഇനി ഞാൻ കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാഫ് ഡേ വ്ളോഗായിരുന്നു. ഇത് എന്തിനാണ് എടുക്കണതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ് ഐ ഗെസ്. അപ്പം ശരി, ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ നമ്മുടെ കുട്ടപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. ബാ ഇവിടെ ഉറങ്ങിക്കോ, ചക്കൂട്ടി വാ, ഇവിടെ ഞാൻ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ടേ അങ്ങണ്ടേ. ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പറ്റി ആയിട്ടുണ്ടല്ലോ, ശുണ്ടിരി മോളാണല്ലോ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എന്തോ നോക്കണേ, ഇവിടെ ഒന്നും സ്ഥലമില്ല, വിടോ. സാധാരണ അവൾ ഇവിടെ കിടക്കാം. കുഴി കിട്ടി, ഇനി അവർ ഇരിച്ചും. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കൊച്ചു സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങും. ഞാൻ പിന്നെ കാലൊക്കെ മാറ്റും കുറച്ച് കഴിയുമ്പം. പക്ഷേ ഇപ്പോഴാണ് ചാടിക്കറി വന്നത്, അത് പിന്നെ ഞാൻ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്തത്. ശർക്കര കുച്ചിയാണോ നീ? ശർക്കര കുച്ചിയാണോ? മോളാണേ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.